വീട്ടിലേക്ക് വരുമ്പോൾ മമ്മൂക്ക ഗിഫ്റ്റ് തന്നേക്കുന്നത് എൻ്റെ പിള്ളേർക്ക് കിട്ടിയ കേൾവിയാണ്. അതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റായിട്ട് കരുതുന്നത്. അതിപ്പം ഓണമാണേലും ക്രിസ്മസ് ആണേലും ഈസ്റ്റർ ആണേലും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഈ മമ്മൂക്കയുടെ ഗിഫ്റ്റ് ഉണ്ടാവും. മമ്മൂക്ക തന്നേച്ച ഓണസമ്മാനമാണ്. കൊച്ചിന് 1.5 വയസ്സൊക്കെ ആയപ്പോഴാണ് ഇത് മനസ്സിലായത്. അപ്പം കൊട്ടി വെളിയിറങ്ങി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടുകാരൊപ്പം കളിച്ചുകൊണ്ടിരുന്നപ്പം വേറെ തെരുവുനായി ഒന്ന് കടിക്കാൻ വന്നു. അപ്പോൾ നമ്മുടെ വളർത്തു പട്ടിയാണ് അത്. അവർ അതിനെ ഓടിച്ചു വിട്ടത്. അപ്പോൾ കൂടെ നിന്ന് പിള്ളേരൊക്കെ ഓടിപ്പോയി, ഇവൻ മാത്രം നിന്നു. അപ്പം അമ്മച്ചി പറഞ്ഞു, എടാ ഒന്ന് ശ്രദ്ധിക്കണം, കൊച്ചിന് ചിലപ്പം കേൾവിയുടെ ആണോ എന്നറിയില്ല എന്ന് പറഞ്ഞു. അപ്പം അവിടെ നിന്ന് ഞങ്ങൾ ചെറുതോണി പോകുമായിരുന്നു. ചെറുതോണി പോയിട്ട് ഏവോ ബറയൊക്കെ എടുത്തപ്പം ചെവി കേൾവി കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ കൂടെ ചെറിയ ആളെയും ഒന്ന് കാണിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. അവിടെ പോയി എടുത്തപ്പം 2 പേർക്കും ഇത് തന്നെയാണ് കുഴപ്പം. അപ്പം അവിടെ നിന്ന് പറഞ്ഞൊരു ഇയർഫോൺ മേടിക്കണമെന്ന് പറഞ്ഞു. മൂത്ത ആൾക്കാണ് ഞാൻ ആദ്യം ഓർഡർ ചെയ്തത്. അപ്പം അതിൻ്റേതായ ഫണ്ടില്ലാത്ത കാരണം ഞങ്ങളിവിടെ പാട്ടൊക്കെ പഠിപ്പിരിക്കുമായിരുന്നു. കാതോട് കാതരുന്നൊരു സ്കീം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് മാതാ ഫിനാൻസ് നടത്തുന്ന ദാനിയൽ എന്ന് പറയുന്ന ഒരു പ്രായമുള്ള അപ്പച്ചൻ വന്ന് പറയുമായിരുന്നു. ഞങ്ങൾ അപ്പം തന്നെ വിളിച്ചു. പിറ്റേ ദിവസം ആലുവ അച്ചേരിയിലെത്തി കാര്യങ്ങൾ സംസാരിച്ചു. മൂത്ത ആൾക്കാണ് ആദ്യം സ്വിച്ച് ഓൺ ആക്കിയത്. ആക്കിയപ്പം അവന് ഒരു ചിരിയുണ്ട്, കണ്ണ് നിറയുന്നുണ്ട്, അതൊരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു. ഇളയാൾ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ തന്നെ കരഞ്ഞ് ബഹളം കൂട്ടി. പിന്നെ ഇതുപോലെ ചെറിയ കളിപ്പാട്ടം എല്ലാം കൊടുത്തപ്പോൾ അതിൻ്റെ സൗണ്ടും എഫക്റ്റും ലൈറ്റിൻ്റെയും. പിന്നെ ആശുപത്രിയിൽ നിന്ന് അവന്മാർ വെളിയിറങ്ങി കാറിനകത്ത് കയറ്റിയിട്ട് പാട്ടൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ഡാൻസൊക്കെ ആയിരുന്നു. കഴിഞ്ഞ ഓണത്തിനെക്കാട്ടിലും നമുക്ക് ഈ ഓണം വളരെ സ്പെഷ്യലാണ്. ഒന്നാമത്തെ കാര്യം കേൾവി. ഇപ്പം മമ്മൂക്ക കുറേ ഗിഫ്റ്റുകളൊക്കെ പിള്ളേർക്ക് മേടിച്ചു കൊടുത്തു. ഓണക്കോടി, സ്നാക്സ്, മിഠായി. ഏറ്റവും കൂടുതൽ ഒരു കരുതലിൻ്റെ നിലയ്ക്ക് റേഡിയോ, അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ സാറ് മമ്മൂക്കയുടെ ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തപ്പോൾ സൗണ്ടൊക്കെ കേൾപ്പിച്ചു. അവരുടെ സന്തോഷം ഞങ്ങൾ കാണുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു ആദ്യത്തെ ഓണം പോലെ. മിഖായൽ, മിഹോക്ക് എന്ന പിള്ളേർ മമ്മൂക്കയുടെ പേരിൽ ഇന്ന് ഈ ഭൂമിയിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. എൻ്റെ പിള്ളേർക്ക് മമ്മൂക്കനെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്, നേരിട്ട് കണ്ട് ഒരു നന്ദി പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്നു വെച്ചാൽ ഇത്രയൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ട് ഞങ്ങൾക്കൊന്നുമില്ല പറയാനായിട്ട്, നന്ദി മാത്രമേ ഉള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.